പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദിയും വിക്രമിന് വിവാഹം കഴിഞ്ഞെങ്കിലും വേദിയെ വിക്രം അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ വിക്രം തീരെ തന്നോട് അടുക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ വേദ തന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വേദ വീട്ടിലേക്ക് വന്നപ്പോൾ വേദയുടെ അച്ഛന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ വേദയുടെ അച്ഛൻ വേദയും ഹർഷനുമായുള്ള വിവാഹം തീരുമാനിക്കുകയാണ്. അതേസമയം രാധയുമായിട്ടുള്ള വിക്രമിന്റെ വിവാഹവും തീരുമാനിക്കുന്നുണ്ട്. രണ്ടുപേരുടെ വിവാഹം ഒരേ ദിവസം ഒരേ മുഹൂർത്തത്തിൽ തന്നെയാണ്. ആ സമയം തനിക്ക് വേദയില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് വിക്രം മനസ്സിലാക്കുകയാണ്. അങ്ങനെ വിക്രം ഓടി വേദിയുടെ വിവാഹം നടക്കുന്ന കതിർമണ്ഡപത്തിൽ എത്തുന്നുണ്ട്. അങ്ങനെ വേദിയോടുള്ള തന്റെ സ്നേഹം എല്ലാവരുടെ മുന്നിൽ വെച്ച് തുറന്നു പറയുകയാണ് വിക്രം. അങ്ങനെ വേദിയെ കൂട്ടി വിക്രം തന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ സംഭവം രാധയ്ക്ക് ഹർഷന് ഷോക്കഡ് ആവുന്നുണ്ട്. രാധ വല്ലാത്തൊരവസ്ഥയിലാവുകയാണ്. താൻ ജീവന് തുല്യം സ്നേഹിച്ച വിക്രം തന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് രാധ ഒരിക്കലും കരുതിയിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലാകുന്ന രാധ ആത്മഹത്യക്ക് വരെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും സാക്ഷിയാക്കി വിക്രമും വേദിയെ ഒരുമിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും വേദിയും വിക്രമിനെയും പിരിക്കാൻ കഴിയില്ലെന്നറിഞ്ഞ് വേദിയുടെ അച്ഛൻ ശങ്കരമേനോൻ കരി തുള്ളുകയാണ്. ഇനി എനിക്ക് ഇങ്ങനൊരു മകളില്ല, അവരെ രണ്ടുപേരും ഒന്നിക്ക് ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ വിക്രമിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ശങ്കരമേനോൻ. അങ്ങനെ വിക്രമിനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുകയാണ്. ആരും അറിയാതെ വിക്രമിനെ എങ്ങനെയെങ്കിലും തീർക്കണം. അങ്ങനെ വിക്രമിനെ കൊല്ലാൻ വേണ്ടി ഓരോ പ്ലാൻ ഇടുകയാണ് ശങ്കരമേനോൻ. അതേസമയം വേദയുടെ കൂടെയുള്ള ജീവിതം വിക്രമിനെ ഒരുപാട് മാറ്റിയെടുത്തു. അങ്ങനെ വിക്രം ഗുണ്ടാ പണിയെല്ലാം ഒഴിവാക്കി മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അതേസമയം ശ്രീനിവാസൻ വിക്രമിന്റെ ശത്രുവായി മാറിയിട്ടുണ്ടാവും. അങ്ങനെ ജോലി ആവശ്യത്തിനായി വിക്രം പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വിക്രം ബൈക്കുമായി പോകുന്ന സമയത്ത് ഒരു കാറ് വന്നിട്ട് വിക്രമിനെ തടഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ കുറച്ച് ഗുണ്ടകൾ വിക്രമിനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. വിക്രം ഒരുപാട് തടഞ്ഞു നിർത്താൻ നോക്കിയെങ്കിലും വിക്രമിനെ ഒന്നും കഴിയാത്ത അവസ്ഥയായിരുന്നു. വിക്രമിന്റെ ബൈക്ക് മറ്റൊരു ഗുണ്ട കൊക്കയിൽ കൊണ്ടുപോയി തള്ളുന്നുണ്ട്. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അങ്ങനെ ആകെ വിഷമത്തോടു കൂടി വേദ കോളേജിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വേദ വിക്രമിനെ നിരന്തരം വിളിക്കുന്നുണ്ട്. അങ്ങനെ വേദ കമലാമ്മയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അമ്മേ വിക്രമിനെ കാണുന്നില്ലല്ലോ, വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല, വിക്രം അങ്ങോട്ട് വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല മോളെ, അവ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, എന്താ കാര്യം എന്നൊക്കെ കമലാമ്മ ചോദിക്കുന്നുണ്ട്. വിക്രമിനെ ഒരുപാട് വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ല. വിക്രമിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാഞ്ഞിട്ട് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. തന്റെ അച്ഛൻ വിക്രമിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്നൊരു വല്ലാത്തൊരു ഭീതി വേദയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വേദ നേരെ പോകുന്നത് തന്റെ അച്ഛന്റെ അടുത്തേക്കാണ്. അങ്ങനെ വേദ ചോദിക്കുകയാണ്, അച്ഛ വിക്രമിനെ കുറിച്ച് ഒരു വിവരവുമില്ല, ഒരുപാട് ഞാൻ വിളിച്ചു നോക്കി, അച്ഛന് വിക്രമിനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് വേദ. എന്റെ വിക്രം എവിടെയാണെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല, എന്തിനാണ് ഇവിടെ വന്ന് ചോദിക്കുന്നത് എന്നൊക്കെ വേദയുടെ അച്ഛൻ പറയുന്നുണ്ട്. ഇതിന് പിന്നിൽ അച്ഛനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛ എന്റെ വിക്രമിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ ശവം അച്ഛൻ കാണേണ്ടി വരും. എന്റെ വിക്രമിനെ വെറുതെ വിടുകയാണ് അച്ഛന് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതിന് പിന്നിൽ തന്റെ അച്ഛൻ തന്നെ ആകൂ എന്ന സംശയത്തിൽ തന്നെ നിൽക്കുകയാണ് വേദ. വെറുതെ ഇരിക്കാൻ പാടില്ല, എന്റെ വിക്രമിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അങ്ങനെ 2 ദിവസമായിട്ട് വിക്രമിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അങ്ങനെ മാഷും എല്ലാവരും ഊണും ഉറക്കവും ഇല്ലാതെ വിക്രമിനെ തിരഞ്ഞു നടക്കുകയാണ്. പക്ഷെ എവിടേക്ക് അന്വേഷിച്ചിട്ട് വിക്രമിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിരുന്നില്ല. അങ്ങനെ വേദയുടെ അച്ഛനെ കാല് പിടിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യരുതേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കേണ്ട, പക്ഷെ അദ്ദേഹത്തിന് വെറുതെ വിടണം, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോളാം, അച്ഛൻ പറഞ്ഞതുപോലെ കേട്ടോളാം എന്നൊക്കെ പറഞ്ഞ് വേദ തന്റെ അച്ഛന്റെ കാലിൽ വീണ് കരയുകയാണ്. അങ്ങനെ ഗുണ്ടകൾ ചേർന്ന് വിക്രമിനെ തല്ലി ചതയ്ക്കുന്നുണ്ട്. അങ്ങനെ വിക്രം മരിച്ചെന്ന് കരുതി വിക്രമിനെ ആ ഗുണ്ടകൾ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ വിക്രമാണെങ്കിൽ ആരുമില്ലാതെ ആ കാട്ടിൽ ഒരു അനാഥജടം പോലെ കിടക്കുകയാണ്. അതേസമയം വേദയുടെ അച്ഛൻ വേദയോട് ദേഷ്യപ്പെടുകയാണ്. എന്റെ ഭർത്താവ് ഗുണ്ടായുസമായിട്ടൊക്കെ നടക്കുകയല്ലേ, എത്ര പേരെ അവൻ അടിച്ചൊതുക്കി, എത്ര പേരെ അവൻ കൊന്നിട്ടുണ്ടാവും, അതുകൊണ്ട് അവനോട് ദേഷ്യമുള്ള ആരെങ്കിലും അവനെ കൊന്നതാവും, ഇനി ഒരിക്കലും എനിക്ക് മകളായിട്ട് കാണാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് കരയാതെ നീ അവന്റെ വീട്ടിൽ പോയി കരഞ്ഞോ എന്നൊക്കെ പറയുകയാണ് വേദയുടെ അച്ഛൻ. അങ്ങനെ വേദ കണ്ണീരോടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ 2 പോലീസുകാർ സുധാകരൻ മാസ്റ്ററുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സാറിനൊരു കംപ്ലൈന്റ് തന്നിരുന്നല്ലോ, മോനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഒരു ബോഡി പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്, സാർ എന്തായാലും ഒന്ന് വന്ന് നോക്കണമെന്ന് പോലീസുകാർ സുധാകരൻ മാസ്റ്ററോട് പറയുകയാണ്. ഇത് കേട്ടത് ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് സുധാകരൻ മാസ്റ്റർ. ശ്രീജിയും കമലാമ്മയും അലമുറയിട്ട് കരയുകയാണ്. സുധാകരൻ മാസ്റ്റർ നെഞ്ചത്ത് കൈവച്ച് അവിടെ തന്നെ ഇരുന്ന് പോവുകയാണ്. ഉറപ്പിക്കാനായില്ല മാഷെ, എന്തായാലും നിങ്ങളൊന്ന് വന്നോളൂ എന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട്. അപ്പോഴേക്കും വേദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എൻ്റെ സാറേ എന്താ പറ്റിയത്, എൻ്റെ വിക്രമിന് എന്താ പറ്റിയത് എന്നൊക്കെ വേദ ചോദിക്കുന്നുണ്ട്. അത് മേഡം, ഒരു ബോഡി പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്, അതൊരിക്കലും എൻ്റെ വിക്രം ആവില്ല, വിക്രമിനെ ഒരിക്കലും എന്നെ ഇട്ടേച്ച് പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വേദ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, കുട്ടി ഒന്ന് വന്നിട്ട് നോക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒടുവിൽ വിക്രമിൻ്റെ ഏട്ടൻ ഞാൻ വരാം സാറേ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ വിക്രമിൻ്റെ ഏട്ടൻ ജട നോക്കുകയാണ്. പക്ഷെ അത് വിക്രമിൻ്റെയാണോ വേറെ ആരുടെയെങ്കിലും ആണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. മുഖം അത്രയ്ക്ക് വികൃതമായിരുന്നു. അങ്ങനെ വിക്രമിൻ്റെ ഏട്ടന് മനസ്സിലാകുന്നില്ല ആ ജട വിക്രമിൻ്റെയാണോ എന്ന്. അതേസമയം വേദ കമലാമ്മയോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അമ്മേ വിക്രമിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല,
അവൻ എവിടെയായാലും തിരികെ വരും. അത് വിക്രമിന്റെ ജഡമല്ല, വേറെ ആരുടെയാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് വേദ. അങ്ങനെ ഇതേ സമയം വിക്രം കൈയും കാലൊക്കെ ഒടിഞ്ഞ് അബോധാവസ്ഥയിൽ തന്നെയാണ്. അപ്പോഴാണ് ആ കാട്ടിലേക്ക് 2 പേര് വരുന്നത്. അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന വിക്രമിനെ കണ്ട് അവരവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ആദിവാസികളാണ് വിക്രമിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവർ വിക്രമിന് വേണ്ട ചികിത്സകളെല്ലാം ചെയ്യുന്നുണ്ട്. ആരാണോ എവിടെ നിന്ന് വന്നതാണോ ഒന്നും അറിയില്ല. പക്ഷെ ആരുമില്ലാത്ത ആ കാട്ടിൽ നീ ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്നൊക്കെ അവർ വിക്രമിനോട് പറയുന്നുണ്ട്. അങ്ങനെ പച്ചില മരുന്നുകളെല്ലാം കൊടുത്ത് വിക്രമിന് ഒരുവിധം ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ട്. അപ്പോൾ വിക്രമിന്റെ മനസ്സിൽ വേദയായിരുന്നു. വേദ തന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും. എന്തൊക്കെയായിരിക്കും നാട്ടിൽ സംഭവിച്ചിരിക്കുക? എന്നെ കൊല്ലാൻ ഗുണ്ടകളെ പറഞ്ഞയച്ചത് വേദയുടെ അച്ഛനും അവളുടെ ആങ്ങളെയുമായിരിക്കും. ഞാൻ മരിച്ചു എന്ന് കരുതി അവർ സന്തോഷിക്കുകയായിരിക്കും എന്നൊക്കെ മനസ്സിൽ കരുതുകയാണ് വിക്രം. അങ്ങനെ വിക്രം തന്റെ മുറിവുകളെല്ലാം ഉണങ്ങിയതിനു ശേഷം അങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വിക്രം രാത്രിയിലാണ് പോകുന്നത്. അങ്ങനെ വിക്രം ആദ്യം പോകുന്നത് തന്നെ ഇല്ലാതാക്കാൻ നോക്കിയവരുടെ അടുത്തേക്കാണ്. തന്നെ ചതിച്ചത് ശ്രീനിവാസനാണ്. ഇത്രയും കാലം ശ്രീനിവാസൻ തന്റെ വലങ്കായിയായി നിന്നിട്ട് തന്നെ ചതിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് വിക്രം. അങ്ങനെ വിക്രം ആദ്യം പോകുന്നത് ശ്രീനിവാസന്റെ വീട്ടിലേക്കാണ്. ആ സമയം വിക്രം ജനലിന്റെ അടുത്ത് നിന്നുകൊണ്ട് ശ്രീനിവാസനെ നോക്കി കണ്ണൂരിട്ടുകയാണ്. വിക്രമിനെ കണ്ടതും പ്രേതമാണെന്ന് കരുതി ശ്രീനിവാസൻ പേടിച്ചോടുകയാണ്. അങ്ങനെ പേടിച്ചോടുന്ന ശ്രീനിവാസൻ വാതിലിന്റെ മുന്നിൽ വിക്രമിനെ കണ്ടു. അങ്ങനെ വിക്രമിന് പ്രേതമാണെന്ന് ശ്രീനിവാസൻ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ശ്രീനിവാസന് അറ്റാക്ക് വരികയും ശ്രീനിവാസൻ മരിക്കുകയും ചെയ്യുന്നുണ്ട്. വിക്രമിനാണെങ്കിൽ ഒന്നും പറയേണ്ടി വരുന്നില്ല. അതിനു മുമ്പ് തന്നെ ശ്രീനിവാസൻ മരിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീനിവാസന്റെ ജഡം കൊണ്ടുപോകുന്നതാണ് പിറ്റേന്ന് കാണിക്കുന്നത്. അങ്ങനെ വിക്രം വേദയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ മരിച്ചിട്ടില്ല. നിങ്ങളാണ് ശ്രീനിവാസനെയും ഗുണ്ടകളെയും പറഞ്ഞു വിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ മരിച്ചിട്ടില്ല, ജീവനോടെ വന്നിരിക്കുന്നു. എന്നെ കണ്ട് പേടിച്ചാണ് ശ്രീനിവാസൻ മരിച്ചത്. അതുപോലെ നിങ്ങൾക്ക് മരിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം. അങ്ങനെ ശ്രീനിവാസനെ കണ്ടതിന് ശേഷം വിക്രം നേരെ പോകുന്നത് വേദയുടെ അടുത്തേക്കാണ്. അങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് വിക്രം ജനലിന്റെ അടുത്ത് നിന്ന് വേദയെ നോക്കുന്നുണ്ട്. ആ സമയം വേദ കരഞ്ഞുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മേ, വിക്രമിന് ഒന്നും സംഭവിക്കില്ല. എനിക്കറിയാം എൻ്റെ വിക്രം തിരിച്ചു വരുമെന്ന്. അവൻ വരുമ്പോൾ എനിക്കൊരു സമ്മാനം കൊടുക്കാനുണ്ട്. അവനൊരു അച്ഛനാകാൻ പോകുന്നു എന്ന സമ്മാനം. അങ്ങനെ വിക്രം വേദയെ നോക്കി ആകെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഞാൻ മരിച്ചു എന്ന് എൻ്റെ വേദ കരുതുന്നില്ല. അവൾക്ക് അത്രയും ഉറപ്പുണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന്. അങ്ങനെ വേദ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വിക്രമിനെ കണ്ടതും അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ ആകെ നെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അങ്ങനെ വേദ വിക്രം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിക്രമിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട്. എല്ലാവരും അത് കണ്ട് ആകാംക്ഷയോട് കൂടി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. എനിക്കറിയാം വിക്രം മരിച്ചിട്ടില്ലെന്ന്. എൻ്റെ വിക്രം തിരികെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് വേദ. അതിനുശേഷം വേദിയുടെ അച്ഛൻ ആകെ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. വേദിയുടെ അച്ഛൻ വിക്രമിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും വേദയും വിക്രമനും പിരിയുന്നില്ല. അതുകൊണ്ട് തന്നെ വേദ പറയുന്നത് പോലെ ഒരു ദൈവനിശ്ചയം തന്നെയാണെന്ന് വേദയുടെ അച്ഛന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ശങ്കരൻ തമ്പി വിക്രമിനെ തന്റെ മകനെ പോലെ സ്നേഹിക്കുകയും ശങ്കരൻ തമ്പിക്ക് ഒരു കൂട്ടായി വിക്രം മാറുകയും ചെയ്യുന്ന കിടിലൻ എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്.